റബൽ മൂൺ പാർട്ട് 1 എ ചൈൽഡ് ഓഫ് ഫയർ ഒരു പക്ക സൈഫൈ ഫാൻറ്റസി മൂവിയാണ്. സാക്ക് സ്നൈഡറാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആൻഡ് സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയെ കാണാനായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെറ്റ്ഫ്ലിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളതും. എനിക്ക് തോന്നുന്നില്ല ഇവിടെ OTT റിലീസ് ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പുറത്തെവിടേക്കും ഇത് തിയേറ്റർ റിലീസ് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. പുറത്തെവിടേക്കും ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇതൊരു തിയേറ്റർ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. കാരണം അതിനുള്ള ഒരു കണ്ടൻ്റ് ഉള്ള സിനിമയാണ്. നമ്മൾ ഒരു ഗലാക്റ്റിക് വേൾഡ്, സ്റ്റാർ വാർസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു ഗലാക്റ്റിക് വേൾഡും വാറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. 2 പാർട്ടായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് വരുന്നത്. അല്ലെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് അടുത്ത വർഷം, അടുത്ത വർഷം വരും. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം സാക്ക് സ്നൈഡർ എന്ന് പറയുന്ന ഡയറക്ടറിനെ പറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. പുള്ളിയുടെ എങ്ങനെയായിരിക്കും സിനിമകൾ വരുന്നത് എന്നുള്ളത്. അത് ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം ഒരു സ്റ്റാർ വാർ ലെവലുള്ള സിനിമ അതേ മോഡിൽ പോകുന്നു. അതായത് ഒരു ഗലാക്റ്റിക് വേൾഡ് അല്ലെങ്കിൽ ഗലാക്റ്റിക് എംപയർ, റെസിസ്റ്റൻസ്, റെവല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള വാറും കാര്യങ്ങളും വരുന്നു. യൂഷ്വലി ചെയ്യാറുള്ള പോലെ ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പോൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ ആ ഒരു എംപയർ സൈഡിൽ നിന്ന നായിക അത് മതിയാക്കി ഇപ്പുറത്ത് വരുന്നു, റെസിസ്റ്റൻസിൽ ചേരുന്നു. അവരൊരു പുതിയ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതായത് തൻ്റെ വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയ റെസിസ്റ്റൻസ് ഗ്രൂപ്പ്, അതായത് നല്ല സോൾജേഴ്സിനെ വെച്ചിട്ട് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അവിടെ ഒരു ഡബിൾ ക്രോസിങ് നടക്കുന്നു. ഇവരെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് നടക്കുന്ന ഫൈറ്റും കാര്യങ്ങളും വാറും ഒക്കെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് മേക്കിങ്ങിലാണ് നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം ഇതിനകത്ത് A to Z CGIയും സെറ്റ് ഇട്ട കാര്യങ്ങളുമാണ്. അതായത് നമ്മൾ റിയൽ വേൾഡ് കാണിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് സ്റ്റാർ വാർസിൽ നമ്മൾ എവിടെയാണ് ഫുള്ള് ഗലാക്റ്റിക് സാധനങ്ങളാണ് കാണുന്നത്. ഇവിടെയും ഏകദേശം അങ്ങനെ ഗലാക്റ്റിക് പുതിയ പുതിയ വേൾഡുകൾ കാണിക്കുന്നു, ഗലാക്റ്റിക് ഗാലക്സികൾ കാണിക്കുന്നു, അല്ലെങ്കിൽ കുറേയധികം പുതിയ പ്ലാനറ്റ്സ് കാണിക്കുന്നു, അവിടുത്തെ പലതരത്തിലുള്ള ആളുകളെ കാണിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഏകദേശം എനിക്ക് സിമിലാരിറ്റി തോന്നിയത് സ്റ്റാർ വാർസുമായിട്ട് നല്ല റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് റെബൽ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഇൻറ്റൻസ് വാറും കാര്യങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ. ഇതിനകത്ത് ഫസ്റ്റ് ആരാണ് ഈ കോറിയ എന്ന് പറയുന്ന നായിക, ആരായിരുന്നു, അവരുടെ പാസ്റ്റ് എന്തായിരുന്നു, അവരെന്തിനാണ് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഇതിനകത്തെ CGI ഒക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഇതിനകത്തെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിൽ ഒരു 3-4 പല്ല് തെറിച്ച് പോകുന്നൊരു സീനുണ്ട്. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 3Dയിലൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ കിടക്കാച്ച ഐറ്റമായിരുന്നു. പക്ഷേ അത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അതൊരു ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. തിയേറ്റർ റിലീസ് കിട്ടിയിരുന്നെങ്കിൽ ഒരു കിടിലൻ സാധനം, കിടിലൻ എക്സ്പീരിയൻസ് ആയാലും. കാരണം ആ ഒരു കോറിയും വില്ലനുമായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അതായത് ഈ ജനറൽ അഡ്മിറൽ നോബിൾ എന്ന് പറയുന്ന അറ്റ്ലസ്റ്റ് അങ്ങനെ പറയുന്ന നോബിളുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അത് ഒരു രക്ഷയില്ല. അടിച്ച് പല്ല് താഴെ ഇടുന്നൊരു സാധനമുണ്ട്. പല്ല് തെറിച്ച് പോലെ കാണിക്കും. അതിനുശേഷം വില്ലൻ മരിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ലിസ്റ്റ് വരുന്നു. പിന്നെ അതായത് ഈ കോറിയയുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കോറി എന്തിനാണ് അവിടുന്ന് വന്നതെന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും പറയുന്നില്ല. അതായത് പഴയ കിങ്ങിനെയും കിങ്ങിൻ്റെ ഫാമിലിയും, അതായത് അവരെല്ലാം പബ്ലിക്കലി അസാസിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് മകൾ ലിസ് എന്നാണോ ഇസ എന്ന് പറയുന്ന ആ ഒരു രാജകുമാരി വളർന്നു വരികയാണെങ്കിൽ ഈ ഒരു വേൾഡിലെ തന്നെ എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരെല്ലാം കൊന്നു കളയുന്നു. അതിനുശേഷമാണ് കോറി അവിടെ നിന്ന് വരുന്നത്. കോറി അവിടെ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നതും ഒരു സാധാ വില്ലേജറായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു സിറ്റുവേഷനിൽ കോറിക്ക് തൻ്റെ പാസ്റ്റ് ലൈഫ് എടുത്തിടേണ്ടി വരുന്നു. ആ ഒരു പാസ്റ്റ് ലൈഫിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു. അതായത് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം ഇവർ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ ഗംഭീരമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് തീർന്നു പോയോ എന്ന് തോന്നും. ഇത്ര ഉള്ളായിരുന്നു, ഇതിനാണോ നമ്മൾ വെയിറ്റ് ചെയ്തത്, ഇത് കുറച്ചും കൂടെ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ എന്നൊരു ഫീൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ തോന്നും. അപ്പം മേ ബി സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഇത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് സ്റ്റോറി പോയത്, എന്തിനാണ് കൊന്നത് എന്നൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഥയൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അതായത് പല ക്യാരക്ടേഴ്സിനെയും, അതായത് ഈ കോറി കുറച്ച് സോൾജിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആരായിരുന്നു, അവരുടെ പാസ്റ്റ്, അവരുടെ ക്യാരക്ടർ എന്തൊക്കെയായിരുന്നു, കുറേ ബിൽഡായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ സെക്കൻഡ് സിനിമ ആകുമ്പോഴത്തേക്ക് സാധിക്കുമായിരിക്കും. എന്തായാലും സ്നൈഡറിൻ്റെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു റെബൽ മൂണിനെ തോന്നുന്നത്. അപ്പം ഒരു 2-2.25 മണിക്കൂറുള്ള സിനിമ അത്യാവശ്യം ലാഗ് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മേ ബി നമ്മൾ സ്റ്റാർ വാർസൊക്കെ കണ്ടിട്ടുള്ള, സ്റ്റാർ വാർസൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും ഈ ഒരു റെബൽ മൂൺ.